നമസ്കാരം. പിണറായി വിജയൻ എന്ന രാഷ്ട്രീയ നേതാവിനെയും അദ്ദേഹം നയിച്ച പിണറായിസ്റ്റ് ആശയത്തെയും കേരള ജനത വെറുത്തത് ധാർഷ്ട്യം കൊണ്ടും സ്വജനപക്ഷപാതം കൊണ്ടും സാധാരണ മനുഷ്യരോടുള്ള പുച്ഛം കൊണ്ടുമാണ്. അതിന് നിരവധി ഉദാഹരണങ്ങൾ നമ്മൾ പലതവണ ചൂണ്ടിക്കാണിച്ചു. അതിലെ ഏറ്റവും നീചവും നികൃഷ്ടവുമായ ഒന്നായിരുന്നു രക്ഷാപ്രവർത്തനം എന്ന് പിണറായി പേരിട്ട് വിളിച്ച നിരപരാധികളായ മനുഷ്യരെ, കരിങ്കൊടി കാട്ടുന്നവരെ ഒക്കെ വഴിയിലിട്ട് ക്രൂരമായി തല്ലിച്ചതയ്ക്കുന്ന പോലീസ് നയം. നവകേരള ബസ് എന്ന പേരിൽ പിണറായി മന്ത്രിമാരും ലക്ഷങ്ങൾ മുടക്കി ഒരു ബസ് വാങ്ങി കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നാട്ടുകാരെ വെറുപ്പിച്ച് ടൂർ അടിച്ചു. ഈ ടൂറിൽ ജനങ്ങൾക്കുണ്ടാക്കിയ ബുദ്ധിമുട്ട് ചില്ലറയായിരുന്നില്ല. ഒരു മനുഷ്യൻ്റെയും ഒരു പരാതിയും അവർ സ്വീകരിച്ചില്ല. പാറമടക്കാരോടും ബാർ മുതലാളിമാരോടും പണം വാങ്ങി കൂറ്റൻ പന്തല് കെട്ടി അവിടെ വന്ന് പിണറായി ഡമ്പ് വിളമ്പി മടങ്ങിപ്പോയി. ഇതിനിടയിൽ ആത്മാഭിമാനമുള്ള ചില യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും യൂത്ത് ലീഗ് പ്രവർത്തകരും ജനവിരുദ്ധനായ മുഖ്യമന്ത്രിയും മന്ത്രിമാരും യാത്ര ചെയ്ത വാഹനത്തിന് കരിങ്കൊടി കാണിച്ചു. ഈ കരിങ്കൊടിയും കൊണ്ട് അവർ വാഹനത്തിന് മുൻപിൽ ചാടിയില്ല, അവരുടെ ഗതാഗതത്തെ തടസ്സപ്പെടുത്തിയില്ല. കടന്നു പോകുന്ന വഴിയിൽ അവർ കരിങ്കൊടി ഉയർത്തിക്കാട്ടി. പക്ഷെ കറുത്ത നിറം തന്നെ വെറുത്തിരുന്ന പിണറായി കറുത്ത മാസ്ക് ധരിച്ചവരെ പോലും അടിച്ചൊതുക്കാൻ ഉത്തരവിട്ടു. അങ്ങനെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ പലയിടങ്ങളിലും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അതിക്രൂരമായി മർദ്ദിക്കപ്പെട്ടു. ആ മർദ്ദനത്തിലെ ഏറ്റവും ദയനീയമായ എപ്പിസോഡായിരുന്നു ആലപ്പുഴ ജനറൽ ആശുപത്രി പടിക്കൽ വെച്ച് സംഭവിച്ചത്. വഴിയരികിൽ പോലീസ് സന്നാഹങ്ങൾ നോക്കി നിൽക്കവേ കടന്നുപോയ നവകേരള ബസ്സിന് നേരെ AD തോമസ്, അജയ് കുര്യാക്കോസ് എന്നു പേരുള്ള രണ്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കരിങ്കൊടി കാട്ടുന്നു. അവർ വാഹനത്തെ സ്പർശിച്ചില്ല, വാഹനത്തിന് തടസ്സമുണ്ടാക്കിയില്ല. അതൊന്നും മുഖ്യമന്ത്രി അറിഞ്ഞുപോലുമില്ല. അപ്പോൾ തന്നെ അവരെ അവിടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാർ പിടിച്ചു മാറ്റി ബന്ധിതരാക്കി നിർത്തുന്നു. അതോടുകൂടി അവരുടെ പ്രതിഷേധം കഴിയേണ്ടതാണ്. പക്ഷെ പിന്നാലെ പോയ മുഖ്യമന്ത്രിയുടെ അകമ്പടി വാഹനങ്ങളിൽ ഒന്ന് സിനിമാ സ്റ്റൈലിൽ കൊണ്ടുവന്ന് ചവിട്ടി നിർത്തുന്നു. അവിടെ നിന്നും ചാടിയിറങ്ങിയ മുഖ്യമന്ത്രി ഗവൺമെന്റ് അനിൽകുമാറും കൂടെയുണ്ടായിരുന്ന മറ്റു ചില പോലീസുകാരും വലിയ ഒരു ദണ്ഡെടുത്തുകൊണ്ട് അതിക്രൂരമായി ഈ യുവ നേതാക്കളുടെ തലയ്ക്കടിക്കുന്നു. ഇതിന് മുഴുവൻ ദൃശ്യങ്ങളും അവിടെയുണ്ടായിരുന്ന ചാനലുകളും സ്വകാര്യ വ്യക്തികളും പകർത്തുന്നു. എന്നാൽ അത് രക്ഷാപ്രവർത്തനമാണ് എന്ന് പറഞ്ഞ് ആ പണി ചെയ്ത ഗൺമാൻ സംഘത്തിനെതിരെ കേസെടുക്കാൻ വിസമ്മതിക്കുന്നു. അവർ കോടതിയെ സമീപിക്കുന്നു. മജിസ്ട്രേറ്റ് കോടതി ദൃശ്യങ്ങൾ പരിശോധിച്ചിട്ട് ഇത് ക്രൂരമായ ആക്രമണമാണ്, കേസെടുക്കണം എന്ന് പറഞ്ഞതോടെ നിവൃത്തിയില്ലാതെ പോലീസ് കേസെടുത്തെങ്കിലും അന്വേഷണം മുമ്പോട്ട് പോയില്ല. അതിനിടയിൽ ജനങ്ങൾ ആ വൃത്തികെട്ട ഭരണകൂടത്തെ തമസ്കരിക്കുന്നു. പുതിയ സർക്കാർ അധികാരത്തിലേറ്റപ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ച് കാര്യക്ഷമമായി അന്വേഷണം നടത്തുന്നു. ഉടനടി തെളിവുകൾ ശേഖരിക്കുന്നു. എന്തിനേറെ, നവകേരള ബസ് ഓടിച്ചിരുന്ന ഡ്രൈവർ പറയുന്നു ആ ആക്രമണം താൻ അറിഞ്ഞുപോലുമില്ല, തൻ്റെ ബസ്സിനെ ആക്രമിച്ചില്ലെന്ന്. എന്ന് വെച്ചാൽ മുഖ്യമന്ത്രിക്കോ മന്ത്രിമാർക്കോ ഒരു സുരക്ഷാ വീഴ്ചയും ഉണ്ടായിരുന്നില്ല എന്നർത്ഥം. അന്ന് മുഖ്യമന്ത്രി ഗവൺമെന്റ് അടക്കമുള്ളവരുടെ നെറുകേടിനെതിരെ നീതിപൂർവമായി കേസന്വേഷിച്ച പോലീസ് ഉദ്യോഗസ്ഥർക്ക് പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ വന്ന് ADGP അജിത് കുമാറിന്റെ ഓഫീസിന് മുമ്പിൽ 3 ദിവസം ജലപാനം കൊടുക്കാതെ നോക്കി നിൽക്കേണ്ടി വന്നു. ADGP അജിത് കുമാറിന്റെ നിർദ്ദേശപ്രകാരം എഴുതി കൊടുത്ത പിണറായിയുടെ പോലീസുകാരെ വെള്ളപൂശുന്ന റിപ്പോർട്ട് നിർബന്ധപൂർവ്വം ഒപ്പിടേണ്ടി വന്നു പോലീസ് ഓഫീസർമാർക്ക്. ഇതിനോട് വിയോജിച്ച ജില്ലാ പോലീസ് സൂപ്രണ്ട് ചൈത്ര തെരേസ ജോണിന് സ്ഥലമാറ്റമുണ്ടായി. അതെല്ലാം അന്വേഷണത്തിൽ കണ്ടെത്തുകയും 5 പോലീസ് ഉദ്യോഗസ്ഥരെയും സസ്പെൻഡ് ചെയ്യുകയും ചെയ്തപ്പോൾ കേരളീയ സമൂഹം ആനന്ദ തുന്തിലരായി. എന്നാൽ ഇന്നലെ അവരുടെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതിയിലെത്തിയപ്പോൾ സകലരും ഞെട്ടിപ്പോയി. ഞങ്ങൾ നിരപരാധികളാണ്, ഔദ്യോഗിക ഡ്യൂട്ടി ചെയ്തതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ നീചകർമ്മം ചെയ്ത പോലീസുകാർ കോടതിയിൽ മുൻകൂർ ജാമ്യം തേടിയെത്തുന്നു. സാധാരണഗതിക്ക് മുൻകൂർ ജാമ്യം പരിഗണിക്കുമ്പോൾ പ്രാഥമിക തെളിവുകൾ മാത്രമാണ് കോടതി പരിഗണിക്കുക. എന്നാൽ ഇവിടെ ഒരു വലിയ പിശക് ഈ സർക്കാരിന് പറ്റി. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ സൂചിപ്പിച്ചതുപോലെ സംസ്ഥാനത്തെ സകല കോടതികളിലും പ്രോസിക്യൂട്ടർമാർ പിണറായിയുടെ പിണിയാളികളായി പിണറായി സർക്കാർ നിയോഗിച്ചവരാണ്. അവരാണ് ഇതുവരെ പിണറായിക്ക് വേണ്ടി നീതിമാന്മാരെ ക്രൂശിച്ചതും അപരാധികളെ വെറുതെ വിട്ടതും. അങ്ങനെ പിണറായി നിയോഗിച്ച പ്രോസിക്യൂട്ടർക്ക് എന്ത് ആത്മാർത്ഥതയാണ് ഇക്കാര്യത്തിൽ ഉണ്ടാവുക? പ്രോസിക്യൂട്ടർ മനഃപൂർവ്വം പ്രതികളെ രക്ഷിക്കുക എന്ന ലക്ഷ്യത്തിൽ അയഞ്ഞു കൊടുത്തപ്പോൾ കോടതി ചില ചോദ്യങ്ങൾ ചോദിച്ചു. ഈ ദൃശ്യങ്ങളുടെ ആധികാരികത എന്തെന്നാണ്? നമ്മളൊക്കെ കണ്ട ദൃശ്യങ്ങൾ, ചാനൽ ക്യാമറകൾ പകർത്തിയ ദൃശ്യങ്ങൾ, അല്ലെങ്കിൽ സ്വകാര്യ വ്യക്തികൾ പകർത്തിയ ദൃശ്യങ്ങൾ, അവയൊക്കെ ആധികാരികമാണെന്ന് പറയാൻ പറ്റുന്നത് എങ്ങനെ? പോലീസ് ഫോട്ടോഗ്രാഫർ പകർത്തിയ ദൃശ്യങ്ങൾ എവിടെ എന്നാണ്? നിയമത്തിന് മുമ്പിൽ അത് ശരിയായിരിക്കും, പക്ഷെ പ്രായോഗികമായി നമ്മൾ കണ്ടത് നിയമപരമായി അംഗീകരിക്കാൻ കഴിയില്ല എന്ന് കോടതി പറയുമ്പോൾ അതിന് പരിഹാരമുണ്ടാക്കേണ്ട പ്രോസിക്യൂട്ടർ വാപൊളിച്ചു നിന്നു. അതുകൊണ്ട് തന്നെ കോടതി അന്വേഷണ സംഘത്തെ നിശിതമായി വിമർശിച്ചു. നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ധൃതി പിടിച്ച്
ഇവർക്കെതിരെ നരഹത്യാ കുറ്റം ചുമത്തിയത്. മെഡിക്കൽ റിപ്പോർട്ടിൽ ഗുരുതരമായ പരിക്കുകളുണ്ടെന്ന് കാണുന്നില്ലല്ലോ. മെഡിക്കൽ റിപ്പോർട്ടിൽ ഇല്ലാതെ എങ്ങനെ നരഹത്യാ കുറ്റം നിലനിൽക്കും തുടങ്ങിയ ചോദ്യങ്ങൾ ചോദിച്ച കോടതി അന്വേഷണ ഉദ്യോഗസ്ഥനോട് നേരിട്ട് ഹാജരാകാൻ പറഞ്ഞു. ചുരുക്കി പറഞ്ഞാൽ വാദി പ്രതിയായി. പിണറായിയുടെ പിണിയാളുകളായി നിരപരാധികളെ തല്ലിച്ചതച്ച പോലീസ് ഗുണ്ടകൾ നീതിമാന്മാരും അവരുടെ വൃത്തികേടുകൾ ചൂണ്ടിക്കാട്ടിയ ഉദ്യോഗസ്ഥർ കുഴപ്പക്കാരുമായ അവസ്ഥയിലായി. ആരാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ എന്ന് മറക്കരുത്. AP ഷൗക്കത്ത് അലിയാണ് നേതൃത്വം കൊടുത്തതെങ്കിലും ഔദ്യോഗിക ചുമതല ബൈജു പൗലോസ് എന്ന മിടുക്കനായ പോലീസ് ഓഫീസർക്കായിരുന്നു. ഈ ബൈജു പൗലോസാണ് ദിലീപ് കേസിൽ തുമ്പുണ്ടാക്കിയതും ദിലീപിനെതിരെ കുറ്റപത്രം സമർപ്പിച്ച് അവസാന നിമിഷം വരെ വാദമുയർത്തി മുമ്പോട്ട് പോയതും. ദിലീപിനെ അന്ന് വെറുതെ വിട്ട എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജ് ഹണി എം വർഗീസാണ് ഇന്നലെ ഈ ഉദ്യോഗസ്ഥനെ കോടതിയിലേക്ക് വിളിപ്പിച്ച ആലപ്പുഴ പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജും. അതുകൊണ്ട് ജഡ്ജ് നീതിപൂർവമല്ലാതെ പെരുമാറി എന്ന ആരോപണം എനിക്കില്ല. ആ വസ്തുത ചൂണ്ടിക്കാണിച്ചത് മാത്രം. ഇവിടെ കുറ്റപ്പെടുത്തേണ്ടത് സർക്കാരിനെയാണ്. ഇത്രയും സുപ്രധാനമായ ഒരു കേസിൽ CPM നിയോഗിച്ച പ്രോസിക്യൂട്ടർ വാദിക്കാനെത്തിയാൽ എങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് തിരിച്ചറിയാൻ ഈ സർക്കാരിന് അറിയാത്തത് കൊണ്ടല്ല. നേരെ മറിച്ച് ഒന്നും നേരെ ചൊവ്വെ നടക്കരുത്, പിണറായിയുടെ കാലത്തെ എല്ലാ തിന്മകളും ഇല്ലാതാവണം എന്ന് വാശിയുള്ളത് കൊണ്ടാണ്. കിഫ്ബി പോലെയുള്ള തട്ടിപ്പ് പ്രസ്ഥാനങ്ങൾക്കെതിരെ ജനവികാരം ശക്തമാണെങ്കിലും ഇന്നും ചെറുവിരൽ അനക്കാതെ ഈ അഴിമതിക്കൊക്കെ കൂട്ടുനിന്ന ചീഫ് സെക്രട്ടറി റിട്ടയർ ചെയ്യുന്നത് വരെ മെല്ലെ പോകുന്നതിന് ഫലമാണിത്. പെരിയയിലെ 2 കുട്ടികളെ നിർദ്ദയം കണ്ണിൽ ചോരയില്ലാതെ കൊന്നുതള്ളിയ നരാധമന്മാർ ഇന്ന് പരോളിൽ വന്ന് റീൽസ് എടുത്ത് നാടു ചുറ്റുമ്പോൾ അതിനെയും ഉത്തരവാദികൾ പിടിപ്പുകേടിന് പേരുകെട്ട ഈ സർക്കാർ തന്നെയാണ്. ഇങ്ങനെയാണ് ഭരണം മുമ്പോട്ട് പോകുന്നതെങ്കിൽ പിണറായിയുടെ ഗുണ്ടകൾ ഈ നാട് ഭരിക്കും. പിണറായിയുടെ രക്തസാക്ഷികൾ കണ്ണുനീരോടുകൂടി സ്വയം ശപിച്ച് ഇവിടെ ഒടുങ്ങും. തർക്കം വേണ്ട.